Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കൂടാതെ ഒരു സ്റ്റോക്ക് നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഒന്ന് നോക്കാം, എങ്ങനെയായിരിക്കും ടെക്നിക്കലി നമുക്ക് എൻട്രികളുണ്ടോ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റി കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമുക്ക് നല്ലൊരു സെൽ ഓഫ് ആയിരുന്നു. ഒരു 350 പോയിന്റിൻ്റെ മുകളിലൊരു ക്ലോസിംഗ് ആണ് തന്നത്. നല്ലൊരു നെഗറ്റീവ് ക്ലോസിങ്. ഇതൊരു വീക്ക്ലി ചാർട്ടാണ്. നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് മാറ്റാം. നമ്മൾ ഉദ്ദേശിച്ച ആ റേഞ്ചിൽ തന്നെയാണ് സെല്ലിങ്. നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാർക്ക് ചെയ്ത് ആ റേഞ്ചിൽ തന്നെ കണ്ടില്ലേ, നല്ലൊരു കറക്റ്റ് ആ ലൈനിൽ നിന്ന് ടച്ച് ചെയ്തിട്ട് താഴത്തോട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് നല്ലൊരു വോളിയത്തോടുള്ളൊരു വലിയ ബിഗ് ക്യാൻഡിലാണ് നമുക്കിന്ന് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലോ എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മിക്കവാറും നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇപ്പോൾ നിഫ്റ്റി ഒക്കെ കാണിക്കുന്നത് ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. നാളെ എത്ര പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും നമുക്കറിയില്ല. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത്ത് വീണ്ടും നിഫ്റ്റിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കൂടാണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ബ്ലൂ ലൈനാണ് മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ വരുന്നത്. ഇപ്പോൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ അടുത്ത് വരുന്ന 23,300 എന്നുള്ള ആ ഒരു റേഞ്ചാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ സപ്പോർട്ടായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് കൂടി ഉണ്ട്. അത് ഓൾറെഡി ചെയ്ത് ഏകദേശം അതിൻ്റെ അടുത്ത് വന്നിട്ട് തന്നെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അതുകൂടാണ്ട് നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് നിഫ്റ്റിയുടെ അത്രയ്ക്ക് ഒരു ഫോൾ വന്നില്ല. ഒരു 1% അടുത്തൊരു ഫോളാണ് വന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവിടുന്ന് കണ്ടത്. നല്ല രീതിയിൽ ഈ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ ഈ റേഞ്ച് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനും സ്മോൾ ക്യാപ്പിൽ സാധ്യത ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്ലൂ ലൈനാണ് ഇതിലും നമുക്ക് നല്ലൊരു മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് സ്മോൾ ക്യാപ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയാൽ കഴിഞ്ഞ വീക്കിലി നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് മാർക്കറ്റ് ആയിരുന്നു. മിഡ് ക്യാപ്പൊക്കെ നമുക്ക് കഴിഞ്ഞ ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്തിട്ട് നിൽക്കുകയൊക്കെ ഉണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പൊക്കെ ഞാൻ നോക്കുമ്പോൾ ചെറിയ സ്ട്രെങ്ത് കാണുന്നുണ്ട്. നിഫ്റ്റിയിലാണ് ചെറുതായിട്ട് നല്ലൊരു സെല്ലിങ് വന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് മിൻഡ കോർപ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ചെറിയൊരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സ്റ്റോക്ക് ഒരു 624 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വന്നൊരു സ്റ്റോക്കാണ്. കൂടാണ്ട് നമുക്ക് വീക്ക്ലി ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്ലി നല്ലൊരു ബ്രേക്കൗട്ടും അതുപോലെ ഡെയിലി ആണെങ്കിലും ബ്രേക്കൗട്ടാണ്. വീക്കിലി ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു റേഞ്ചാണ്. നല്ല രീതിയിൽ കുറച്ച് നാളത്തെ നല്ലൊരു കൺസോൾട്ടേഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഈ റേഞ്ചിൽ കണ്ടു ഒരുപാട് നാൾ നല്ലൊരു കൺസോൾട്ടേറ്റ് നടന്നുണ്ട്. പതുക്കെ കൺസോൾട്ടേറ്റ് ഇവിടെ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടി. ഇനിയിപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിൽ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എൻട്രിയും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ഈ പറയുന്ന ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ ഈ ചാർട്ടുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ടെക്നിക്കലി അതിൻ്റെ എൻട്രികളും അതുപോലെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ നമ്മൾ നോക്കി ചെയ്യുന്നു എന്നേ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ കൂടുതലായിട്ട് ഈ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റോക്കൊക്കെ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ എൻട്രി അതുപോലെ ടാർഗറ്റ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കാൻ അറിയാത്ത ആളുകൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ യൂട്യൂബിൽ കണ്ട വീഡിയോ ആണ്. അതിൻ്റെ എൻട്രി എവിടെയാണ്, ടാർഗറ്റ് എവിടെയെങ്കിലും സ്റ്റോക്കിൻ്റെ പേര് ഇട്ടിട്ട് നിങ്ങൾ ചോദിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്റ്റോക്കേ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മളെല്ലാ ദിവസവും ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ 1-2 സ്റ്റോക്കുകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ നമ്മളിപ്പോൾ പറയുന്നില്ല. നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഒക്കെ നോക്കിയിട്ട് ഒരു സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കൂടുതലായിട്ടുള്ള സ്റ്റോക്കുകളിലോട്ട് പോവാം. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 1-2 സ്റ്റോക്കുകൾ ഈ ഒരു വീക്ക് മാർക്കറ്റിലും പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്. കൂടാതെ ഓരോ സെക്ടറുകൾ കൂടി ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീക്ക് മാർക്കറ്റിലും അധികം വീഴാണ്ട് നിൽക്കുന്ന സെക്ടറുകൾ നോക്കുക. എന്നിട്ട് അതിലെ സ്റ്റോക്കുകൾ നോക്കിയിട്ട് എടുക്കുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നാളെ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്